ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവർക്കും വിശേഷം? സുഖമാണോ? എനിക്കിവിടെ സുഖം തന്നെ കേട്ടോ. നമ്മൾ രാവിലത്തെ റൂട്ടീനായിട്ട് കാണിക്കുന്നത് നമ്മൾ രാവിലെ തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കെറ്റിലിൽ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പത്തിരിക്കുള്ള വെള്ളം ചൂടാക്കാൻ വയ്ക്കാം കേട്ടോ. പത്തിരിയും തട്ടിക്കൂട്ടുകറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് പത്തിരിക്കുള്ള വെള്ളം വയ്ക്കാം. വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. പത്തിരി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത ആരും ഉണ്ടാവില്ലായിരിക്കില്ലേ ഇപ്പോൾ? എല്ലാവർക്കും പത്തിരി ഉണ്ടാക്കാൻ അറിയത്തില്ലേ? ഇവിടെ കൂടുതലും പത്തിരിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കതാണ് കേട്ടോ എളുപ്പം. കുറച്ച് പണിയുണ്ട്, എന്നാലും എല്ലാവർക്കും അത് ഇഷ്ടമാണല്ലോ പത്തിരി. വെള്ളം ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള പൊടി ചേർക്കണം. ഞാനിപ്പോൾ 3 ഗ്ലാസ്സോളം വെള്ളമാണ് ഉള്ളത്. അതിനൊക്കെ നമ്മൾ 2 ഗ്ലാസ്സോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ. പൊടിച്ചതുമല്ല, അത് പാക്കറ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. നല്ല അരിപ്പൊടി കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം വെള്ളം പറ്റുന്നവരെ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ചെറിയതായിട്ട് ചൂടാറട്ടെ കേട്ടോ. ഇനി നമുക്കത് കറി വയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കിഴങ്ങ് കഴിഞ്ഞായിരുന്നു കേട്ടോ. 2 കിഴങ്ങ് ബാക്കി ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. 2 കിഴങ്ങ് നമുക്കെടുക്കാം. കിഴങ്ങിൻ്റെ ഇടയ്ക്ക് കറുത്ത ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് വീഡിയോയിൽ. രാവിലെ തന്നെ ആയതുകൊണ്ട് മുഖമൊക്കെ ഒരു ദിവസമായിട്ടായിരിക്കുന്നത് വീഡിയോയിൽ. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുള്ളൂ മുഖം. നമുക്കത് കഴുകിക്കൊണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കിയല്ല കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തേക്കുന്നത്. അത് കുക്കറിലിട്ടടിക്കുമ്പോൾ കുഴയല്ലോ. ഇത് 3 വിസിലടിക്കുന്നുണ്ട് കേട്ടോ. സവാള അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞ് വറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ചേർക്കണം കേട്ടോ. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാകാൻ വയ്ക്കാം. ഒരുപാട് വലിയ മെനയിലൊന്നുമില്ല കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത്. ക്ഷമിക്കണം കേട്ടോ എല്ലാവരും, കാണുന്നവരെല്ലാവരും. വലിയൊരു എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ വീഡിയോ എടുത്തേ. കുക്കറൊന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. മല്ലിയും മുളകും ചിക്കൻ മസാലയും വറുത്തെടുക്കുകയും ചെയ്യുന്നത് കേട്ടോ. കുക്കറൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ എല്ലാവരും ഓരോ പുലരിയും എഴുന്നേൽക്കുന്നത് ഓരോ പ്രതീക്ഷയായിട്ടായിരിക്കും അല്ലേ. ഇതാ നമ്മുടെ കുക്കറൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി കേട്ടോ, പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക.
രാവിലത്തെ കറിക്ക് ഒരുപാട് എരിവൊന്നും വേണ്ട കേട്ടോ, ചെറിയതായിട്ട് എരിവ് പോരെ. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ചിടണം കേട്ടോ, കത്തിപ്പോകും. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി, കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് ചൂടുവെള്ളമാണ് ചേർത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 3 വിസിലടിക്കട്ടെ. ഇനി ആ സമയം നമുക്ക് പത്തിരിക്കുള്ളത് കുഴച്ചെടുക്കാം. ഇച്ചിരി താമസിച്ചു പോയില്ലേ, പത്തിരി നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് താമസിച്ചു. ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടോ. ചൂട് ചെറുതായിട്ട് ആറിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ തൊട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം, ചൂടും എടുത്തിട്ടോ. നമ്മൾ കുഴച്ചെടുത്ത് ഉണ്ടട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം. നമ്മുടെ എടുക്കുമ്പോൾ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചായ എല്ലാവർക്കും കുറച്ച് കൂടുതൽ ചായ വേണം, അപ്പോൾ കുറച്ച് ലൂസിനായിട്ട് ചായ എടുക്കുന്നത്. ഒരു ഗ്ലാസ് പോരാ കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് പാലൊക്കെ ഉണ്ടായിരുന്ന വീടായിരുന്നു കേട്ടോ, പശുവും എരുമയൊക്കെ ഉണ്ടായിരുന്ന വീടായിരുന്നു കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് പ്രസ് ചെയ്ത് പത്തിരി ഇട്ട് കൊടുക്കാം, പത്തിരി കല്ലിലേക്ക് കേട്ടോ. പത്തിരി പ്രസ് കണ്ടിട്ട് ആരും ബോധം കിട്ടി ഇതൊന്നും വേണ്ട കേട്ടോ, പഴയതാട്ടോ. അത് വാങ്ങിച്ചെടുക്കുക തന്നെ അതിൻ്റെ ഇത് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈറ്റ്. അപ്പോൾ നമ്മൾ കവർ വെച്ച് ഷിമി കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്തിനാ വെറുതെ അല്ലേ, ഷിമി കവർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പത്തിരി പ്രസ്സിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കൂട്ടിലേക്ക് നമ്മുടെ ഇന്നലത്തെ ചിക്കനാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഒരു തട്ടിക്കൂട്ട് കറി നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ട് കറി. ഇപ്പോൾ രാവിലത്തെ ചായക്കൂടെ കറിയാവും, എളുപ്പമല്ലേ. തലേന്നത്തെ ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നമ്മളതിലേക്ക് ഒരു കറിവേപ്പില പച്ചക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. കുറച്ച് ലൂസിൽ തന്നെ വേണം നമുക്ക് ചാറ് രാവിലത്തെ കറി കേട്ടോ. എല്ലാവർക്കും ഇവിടെ ചാറ് വേണം കേട്ടോ. ചാറില്ലെങ്കിൽ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, പിന്നെ ആഹാരം കഴിക്കില്ല. അവർക്ക് ചാറ് മതി, എന്തെങ്കിലും ചാറ് മതി കേട്ടോ. നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ബാക്കി വരുമ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് തന്നെ. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു. അസ്സലാമു അലൈക്കും.